+1 പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ പോലും നടക്കാൻ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ഈ ഒരു 20, 24, 25 ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സിലാവും. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, പിന്നെ കുറച്ച് വലിയ ആൾക്കാരൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒരു പെർഫെക്ഷൻ ഇല്ലാത്തൊരു സംസാരം പോലെയൊക്കെ തോന്നാം. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഞാനൊരു കട്ട ഇൻട്രോവേർട്ടായിരുന്നു. തീരെ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഇത് ഞാൻ തന്നെയാണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ട്രാൻസിഷനാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇവിടേക്ക് എത്താൻ നമ്മളെ സഹായിച്ച ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്യാപ്ഷൻ അല്ലെങ്കിൽ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയാൻ പോകുന്നത് ബുക്സിനെ പറ്റിയിട്ട് തന്നെയാണ്. ആൻഡ് ഈ ഒരു സമയത്തുണ്ടല്ലോ, ഒരുപാട് ഇൻഫ്ലുവൻസസ് ബുക്സിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബുക്സ് വായിക്കാൻ തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തുകൂടാ എന്നെനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഈ വീഡിയോയിലേക്കുള്ള തുടക്കം. ആൽക്കമിസ്റ്റിൽ ഒരു വരികളുണ്ട്, അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിന് നമുക്ക് യൂണിവേഴ്സ് കൂട്ടി നിൽക്കുന്നുള്ളത്. അതെനിക്ക് ഈ ബുക്സൊക്കെ വായിച്ചപ്പോഴൊക്കെ മനസ്സിലായി. നമുക്ക് എന്താണോ പ്രശ്നം അതിനുള്ള ആ സൊല്യൂഷൻ ബുക്സിൽ ഉണ്ടായിരുന്നുള്ളതാണ് സത്യം. ആൻഡ് ആ ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ എഴുതിയ ആ പുസ്തകത്തിലെ ആ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ബിക്കോസ് എന്തൊക്കെയാണ് നമുക്ക് പ്രപഞ്ചത്തിൽ അതായത് ജീവിതത്തിലായി തീരേണ്ടത് അതിനൊക്കെ നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം നമുക്ക് കൂട്ടു നിൽക്കുന്നുള്ളത് 100% സത്യമാണ്. ഞാനിപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞ വരികൾ ചിലപ്പോൾ നിങ്ങൾ ആൽക്കമിസ്റ്റിൽ വായിച്ച ഓർമ്മയെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് മുന്നേ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് അതിൽ വായിച്ചിട്ടുണ്ടോയെന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഓരോ ബുക്സ് ഉണ്ടല്ലോ, ഓരോ സമയത്ത് വായിക്കുമ്പോൾ ഓരോ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ആൽക്കമിസ്റ്റ് വായിച്ചത് 2 കൊല്ലം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് വായിച്ചപ്പോൾ കിട്ടിയ അറിവല്ല ഞാൻ ഇന്ന് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഓരോ സമയം ആ ഒരു സെയിം ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളും അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ഞാനങ്ങനെ പകുതി മുക്കാലും വായിച്ച ബുക്സിൻ്റെ കണ്ടന്റ് എന്താന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. സത്യം പറയാലോ, ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. പക്ഷേ വായിച്ച പുസ്തകങ്ങളൊക്കെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അത് ഫുള്ള് എനിക്കിഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഹാവ് എ ഡയറി. 2019 ഡയറിയാണ് കേട്ടോ. എല്ലാം കണ്ട സീരീസിൻ്റെയും സിനിമകളുടെയും, എല്ലാ സിനിമകളുടെയും നല്ല ഇഷ്ടപ്പെട്ട സിനിമകളുടെ മാത്രം കേട്ടോ. പിന്നെ ബുക്സ് വായിച്ചതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1-2 മിസ്സായിട്ടുണ്ടാവാം. anyway, അതിൽ വേറൊന്ന് എനിക്ക് പറയണത്, ഇപ്പോൾ ആടുജീവിതം നമ്മളൊക്കെ സിനിമയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ സിനിമ വരുന്ന മുന്നേ അത് വായിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബുക്കായിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത്. നമ്മളെ വെള്ളത്തിൻ്റെ ആ ഒരു പ്രഷ്യസ്നെസ് ഉണ്ടല്ലോ, ആ ഒരു മൂല്യം, വാല്യൂ, അതൊക്കെ നമുക്ക് എന്താ പറയുക, മനസ്സിൽ ഉൾക്കൊള്ളാൻ ബെസ്റ്റ് സംഭവമായിരുന്നു ആ ആടുജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ ഓരോ വരിയും വായിക്കുമ്പോണ്ടല്ലോ നമ്മളാ മരുഭൂമിയിലാവും. അങ്ങനത്തെ ഒരു ഫീലാണ് ആ ബുക്ക് വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. ഐ വാസ് സോ എന്താ പറയുക, ഇറ്റ് വാസ് സോ അമേസിങ് എന്ന് പറയാമല്ലോ. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന പുസ്തകം. ഇന്ന് ഞാനത് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. വെയിറ്റ്, അത് കണ്ടോ, 2020 ഞാൻ വായിച്ചത്. കാണുന്നുണ്ടോയെന്ന് നമുക്കറിയുന്നില്ല. 2020 ആകുമ്പോഴേക്കും എന്താ പറയുക, ഇത് 2020 തുടങ്ങിയ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്താണ് കേട്ടോ. അതുവരെയല്ലേ നമുക്ക് സ്കൂളുള്ളൂ. സ്കൂളത്തെ ലൈബ്രറിയിൽ നിന്നാണ് ഇതിലെടുത്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ കൊറോണയായി. പിന്നെ നമുക്ക് ബുക്ക് വായിക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ. പിന്നെ ബുക്ക് വായനകളൊക്കെ കുറഞ്ഞു വന്നു. തീരെ വായിക്കാനൊന്നല്ല, എന്നാലും നല്ല രീതിയിൽ കുറഞ്ഞു. 2020 ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ. അന്നൊന്നും അത്ര സെൽഫ് അവെയർ ഒന്നല്ല. നമ്മളിങ്ങനെ നോ കെയർ, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. പിന്നെയാണ് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. നമ്മൾ ലുക്കിലായാലും ബോഡിയിലായാലും ഭയങ്കര ചേഞ്ചസ് വരുന്ന ഒരു സമയമാണല്ലോ. അപ്പം നമ്മൾ ഭയങ്കര കോൺഷ്യസ്, അയ്യൊക്കെ പേടിയാണ്, അവരെന്താ വിചാരിക്കുക, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു. ഫുൾ നെഗറ്റീവ് ആയിരുന്നു.
എന്നിട്ടാണ് മെല്ലെ മെല്ലെ നമ്മുടെ കയ്യിൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് എത്തുന്നത്. പിന്നെ ഞാൻ ആരോടെങ്കിലും ബുക്സ് വായിക്കണം എന്നൊന്നും നിർബന്ധിക്കണമെന്നില്ല കേട്ടോ. ഇത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ജൂൺ 19 ആയാൽ വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. എന്നിട്ടും ബുക്ക് വായിക്കാൻ തോന്നാത്തവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാക്കുന്ന ഒരാൾ അവിടെ പിന്നിലുണ്ട്. ആൻഡ് അവൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്നതൊന്നും അവൻ ചെയ്യില്ല. അവൻ ഇപ്പം എന്താ ഫുൾ ആനിമെ അങ്ങനെ ഒരു ഇതിലാണ് അവൻ ഇരിക്കുന്നത്. ബുക്ക് തുറക്കാന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ കുറേ പറയാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, ബട്ട് സ്റ്റിൽ നോ യൂസ്. ഞാൻ പിന്നെ നിർത്തി. ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, റൈറ്റ്? അപ്പോൾ ബുക്സ് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, വൺ ഓഫ് ദ മോസ്റ്റ് തിങ്, ഗേൾസ് എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു സംഭവമാണ് ബുക്സ്. ബോയ്സ് പിന്നെ ലോകം കണ്ടു വരുന്നവരാണ്, അവർക്ക് അതിലൂടെ ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. ബട്ട് ഗേൾസാണ് കൂടുതലും ബുക്സിനോട് ഇൻട്രസ്റ്റഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, എന്നിരുന്നാലും അങ്ങനെയാണ്. ആൻഡ് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആൻഡ് അവരുടെ മിസ്റ്റേക്സ് നമുക്ക് ഒരുപാട് പഠിക്കാൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഇതല്ലേ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം, അവരുടെ ഇത് പെർസ്പെക്റ്റീവ് പറയുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായെന്നൊന്നും വരില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ബുക്കിൽ നിന്ന് എന്താണ് നല്ലതായിട്ട് കിട്ടുന്നത് അത് മാത്രം എടുത്തിട്ട് വേണ്ടാത്തതൊക്കെ അവിടെ തള്ളി വയ്ക്കാം. ഐ മീൻ ചില എന്താ പറയുക, ഓട്ടോബയോഗ്രഫി, അതായത് ജീവിത കഥകളിലൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടന്നുണ്ടോ ശരിക്കും, ഇയാൾ വെറും നുണയാണ് പറയണമെന്നുള്ളത്. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കാതെ, നമ്മൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, എന്നിട്ട് നമ്മളത് നുണയാണല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചു പോവാണ്. ബട്ട് അങ്ങനെയൊന്നും ഇല്ലാതെ അതിന് എന്താണ് നല്ലത് കിട്ടുന്നത് അത് മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പേഴ്സണാലിറ്റി ചേഞ്ചസ് നല്ല രീതിയിൽ ഉണ്ടാവും. ഞാനിപ്പോൾ ഭയങ്കര നല്ല പേഴ്സണാലിറ്റി എൻ്റെ അങ്ങനെയാണെന്നല്ല പറയണം, ബട്ട് മുന്നത്തെക്കാട്ടിലും ഒരു ചേഞ്ച് നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ സംസാര രീതിയിൽ നിന്നായാലും ബോഡി ലാംഗ്വേജിൽ നിന്നായാലും എന്തായാലും നമ്മുടെ കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾക്ക് സഹായിക്കുന്നതാണ് പറയാനുള്ളത്. ആൻഡ് ഇനി വരുന്ന വീഡിയോസിൽ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.